ഇവിടെ പല കാര്യങ്ങൾ കൂടി കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില താങ്കൾ പറഞ്ഞതുപോലെ മുകളിലേക്ക് കുതിക്കുന്നു, അത് ഒരവസ്ഥ. അതുപോലെ തന്നെ സാധാരണ സ്വർണത്തിന്റെ വില കുതിക്കുമ്പോൾ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നെഗറ്റീവ് ആയിരിക്കാറാണ് പതിവ്. പക്ഷെ ഇന്നിപ്പോ നിഫ്റ്റി പ്ലസ് 116.90 പോയിന്റിലാണ്. അതുപോലെ സെൻസെക്സ് 316 പ്ലസ് 316.57%. എന്ന് വെച്ചാല് ഓഹരി വിപണിയും ഒരു ചെറിയ തോതിലെങ്കിലും കുതിപ്പിലല്ലെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിച്ച് നന്നായി പ്രവർത്തിക്കുന്നു. അതായത് കാളക്കൂറ്റന്മാരുടെ പിടിയിൽ തന്നെയാണ്, കരടികളുടെ പിടിയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അതേ സമയത്ത് തന്നെ സ്വർണത്തിന്റെ വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കാര്യം, അതായത് ട്രംപിന് US സുപ്രീം കോടതി ട്രംപ് ആഗോള തലത്തിൽ ചുമത്തിയ വിവിധ തീരുവകൾ റദ്ദാക്കിക്കൊണ്ട് ട്രംപിന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ. അത് വളരെ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ തന്നെ മലയാളം ന്യൂസിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു, 1995 മൊറോക്കോയിലെ മരാക്കേഷിൽ വെച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതായത് ആഗോള വ്യാപാര സംഘടന ഒപ്പിട്ട, ലോകരാജ്യങ്ങളെല്ലാം ഒപ്പിട്ട കരാറാണ്. ആ കരാർ പ്രകാരം വികസ്വര രാഷ്ട്രങ്ങൾക്ക് ചെറിയ തീരുവയും വികസിത രാഷ്ട്രങ്ങൾക്ക് രാഷ്ട്രങ്ങളുടെ മേൽ ഉയർന്ന തീരുവയുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആ രീതിയാണ് ഇതുവരെ ഈ ട്രംപ് രണ്ടാം ഭരണം വരുന്നത് വരെയും ആ രീതിയായിരുന്നു ആഗോള തലത്തിൽ കരുതി പോന്നത്. ചെറിയ ചെറിയ ചെപ്പടി വിദ്യകൾ ചിലരൊക്കെ അവിടെ ഇവിടെ കാണിക്കാറുണ്ടെങ്കിലും ആരും ട്രംപ് ചെയ്തതുപോലെ ആഗോള വ്യാപാര ക്രമത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ട്രംപിന്റെ ഈ രണ്ടാം വരവിൽ നമ്മൾ കണ്ടു, ജാനുവരി 20 2025 ജാനുവരി 20 അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്നു. അതിനുശേഷം ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ ആഗോള തലത്തിൽ 26% തീരുവ എന്ന് പറഞ്ഞൊരു തീരുവ കൊണ്ടുവരുന്നു. പിന്നീടാണ് ഓഗസ്റ്റ് ആദ്യം ഇന്ത്യക്ക് മേൽ 25%. നമുക്കറിയാം അതിനു മുൻപ് തന്നെ ചൈന പോലെയുള്ള പല രാജ്യങ്ങളുടെ മേൽ 500%. ഈ തരത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടം, ട്രംപിന് ഇഷ്ടം പോലെ ആയിരുന്നു ലോകരാഷ്ട്രങ്ങളുടെ മേൽ. അപ്പോഴൊക്കെ സുപ്രീം കോടതിയും പിന്നെ ചെറിയ ചെറിയ സൂചനകൾ നൽകിയിരുന്നു, ഡോണ്ട് ഡു ദാറ്റ് എന്ന രീതിയിൽ. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ട്രംപ് മുൻപോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോ അവസാനം നമുക്കറിയാം, നമുക്ക് തന്നെ ഇന്ത്യക്ക് മേൽ തന്നെ 50% തീരുവ ചുമത്തുന്നു. അതായത് 25%ന്റെ 100% എന്ന് പറഞ്ഞ് വേറൊരു 25%, അങ്ങനെ 50% തീരുവ ഓഗസ്റ്റ് 27 ചുമത്തപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതായത് ഇന്ത്യയുടെ ഈ കയറ്റുമതി, അമേരിക്ക നമ്മുടെ ഒന്നാമത്തെ ബയറാണ് എന്നത് സത്യമാണ്. ആ അമേരിക്കയിലേക്ക് 1900 ഉൽപ്പന്നങ്ങൾ ഒരു ഡ്യൂട്ടിയും ഇല്ലാതെ കയറ്റി അയച്ചിരുന്ന ഇന്ത്യക്ക് ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ തോതിൽ ഡ്യൂട്ടി വന്നതോടെ കയറ്റുമതി വളരെ കുറഞ്ഞു. നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് വളരെ കൂടി. അങ്ങനെ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവസാനം അദ്ദേഹം 18% താരിഫ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞ് ഒരു നിയമം കൊണ്ടുവന്നത്. അത് ഇപ്പൊ 1-2 ആഴ്ചക്കകം, അതായത് ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ വിദേശകാര്യ വിപണി വകുപ്പ്, വ്യാപാര വകുപ്പ് അമേരിക്കയിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി, അവസാനവട്ട ചർച്ചകൾക്ക് വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. ഫെബ്രുവരിയോടുകൂടി നമ്മൾ ആ 18% തീരുവ എന്നതിൽ ഒപ്പിടും രണ്ടു കൂട്ടരും, അമേരിക്കയും ഇന്ത്യയും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഈ പ്രധാനപ്പെട്ട അതായത് അമേരിക്കൻ സുപ്രീം കോടതിയുടെ, US സുപ്രീം കോടതിയുടെ കടന്നുവരവ്. അതിന് ട്രംപ് ആഗോളതലത്തിൽ ചെലുത്തിയ എല്ലാ തീരുവകളെയും നള്ളിഫൈ ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തത്. അതൊരു ഗ്രേറ്റ് ഇന്റർവെൻഷൻ തന്നെയാണ്. കാരണം അമേരിക്കൻ സുപ്രീം കോടതിക്ക് അമേരിക്കയുടെ മാത്രം കാര്യങ്ങളല്ല, ആഗോള തലത്തിലുള്ള ക്ഷേമം ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. അമേരിക്ക എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഈ ട്രംപ് വന്നതിന് ശേഷമാണ് അമേരിക്കയുടെ നയം തന്നെ ആഗോളതലത്തിൽ മാറിപ്പോയത്.
അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുപ്രീം കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതോടുകൂടി ട്രംപ് വലിയ ഒരു ധർമ്മസങ്കടത്തിലെത്തി എന്നല്ല, ഇപ്പോഴും മുഷ്ടി ചുരുട്ടി നിൽക്കുകയാണ് ട്രംപ്. ഞാൻ എല്ലാം ഇടിച്ച് നിരപ്പാക്കും എന്ന് പറഞ്ഞ് 10% തീരുവ ആഗോളതലത്തിൽ ചാർത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ധാർഷ്ട്യം കാണിക്കുന്ന ട്രംപിനെ പിടിച്ചു കെട്ടാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ സുപ്രീം കോടതിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ ബജറ്റിൽ 2026 അതായത് ഈ ഫെബ്രുവരി 1 നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ കയറ്റുമതി പ്രോത്സാഹനത്തിന്, അതായത് ഈ ട്രംപ് കൊണ്ടുവന്ന ദുരിതം മൂലം കയറ്റുമതി ഒരുപാട് കുറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആ കയറ്റുമതി ദുരിതം കുറയ്ക്കാൻ വേണ്ടി, കയറ്റുമതിക്കാരെ സഹായിക്കാൻ വേണ്ടി 7295 കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ബജറ്റില്. ആ പാക്കേജ് ഒക്കെ നിലവിലിരിക്കെ തന്നെയാണ് ഇപ്പോ ഇങ്ങനെ ആശ്വാസകരമായ ഒരവസ്ഥ. അതായത് ഇപ്പൊ തൽസ്ഥിതിയാണ്. ട്രംപ് ഭരണമേറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ തീരുവ രീതി, ആ രീതിയിലേക്കാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി ട്രംപിന്റെ തീരുമാനങ്ങൾ എങ്ങനെ മാറി മറിയും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് വലിയ മാറ്റമൊന്നും വരില്ല. കാരണം സുപ്രീം കോടതിയാണ് കടിഞ്ഞാണിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുള്ളിക്കാരന് അതനുസരിച്ചേ പറ്റൂ. പക്ഷേ ഇനി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ ചെറിയ തരത്തില് ഏതെങ്കിലും താരിഫുകളും ഒക്കെ ആയിട്ട് എന്തായാലും 18% താരിഫ് എന്ന ആ രീതി ഇനി ഉണ്ടാവില്ല. പക്ഷെ ഇനി നമുക്ക് നോക്കിയിരുന്ന് കാണാം. അപ്പോ നാച്ചുറലി സ്വർണത്തിന്റെ വില അങ്ങ് മോളിലേക്ക് കുതിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും സ്വർണത്തിന്റെ വില ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്? സെൻസെക്സും വളർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഈ സ്വർണത്തിന്റെ വില വർദ്ധിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലെ ആ അസന്നിഗ്ധാവസ്ഥ പോയിട്ടില്ല. അതായത് 15 ദിവസത്തെ സമയം കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ഇറാന്. ആ 15 ദിവസത്തിനകം ഇറാൻ അതായത് ആണവായുധ നിർമ്മാണം നടത്തില്ല, പരീക്ഷണം നടത്തില്ല എന്ന ഉറപ്പോടുകൂടി ഒരു കരാറ് US ഒപ്പിടണം. അല്ല എന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനകം ആ 15 ദിവസം മാക്സിമം കൊടുത്തിട്ടുണ്ട്. 10 ദിവസത്തിനകം പോസിറ്റീവായിട്ട് ചിന്തിച്ച് US വിവരം അറിയിച്ചില്ലെങ്കിൽ US ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ യുദ്ധഭീഷണി ചെറിയ ഭീഷണി അല്ല. അപ്പൊ ഇസ്രായേലിനോട് കരുതിയിരിക്കൂ എന്ന്, അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ സഹായിയാണ് ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലിനോട് കരുതിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ UK ഇടപെട്ട് UKയുടെ ചില യുദ്ധ സന്നാഹ സ്ഥലങ്ങളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ US ഇറാനെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. അതായത് യുദ്ധ കോലാഹലങ്ങളൊക്കെ നടത്തുന്ന സന്നാഹങ്ങളൊക്കെ നടത്തുന്ന കേന്ദ്രങ്ങൾ ഇംഗ്ലണ്ടിൻ്റെതായിട്ട് UKയുടേതായിട്ട് ഇറാന്റെ സമീപമുള്ള പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏഷ്യയിൽ തന്നെ, പശ്ചിമേഷ്യയിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള പശ്ചിമേഷ്യയിലെ താവളങ്ങൾ ഉപയോഗിക്കാൻ ഒക്കില്ല എന്ന് UK പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും, അതായത് US ഈ തീരുമാനം, ഇറാനെ ആക്രമിക്കുക എന്ന തീരുമാനം മറ്റു ലോകരാഷ്ട്രങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുന്നില്ല, അവരതിനെ ഇഷ്ടമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അത് ശരിയല്ല. അതായത് US അപ്രമാദിത്വത്തിന് ഇവിടെ പ്രസക്തിയില്ല, ഇറാന്റേതായ അവകാശങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ തന്റെ ഇടത്തോടുകൂടി മറ്റു ലോകരാഷ്ട്രങ്ങൾ വരുന്ന സമയത്ത് US ഒരു സ്വല്പം പരുങ്ങലിലാകും. എന്തായാലും US ഇറാനെ ആക്രമിക്കുമോ? ആ ആക്രമണ ഭീഷണി ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ആ ഭീഷണി ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്വർണത്തിന്റെ വില, അതായത് US സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും, അതായത് ട്രംപ് ഉപയോഗിച്ച താരിഫുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് പോലും സ്വർണത്തിന്റെ വില മുകളിലോട്ട് പോയിരിക്കുന്നത് US ഇറാനും തമ്മിലുള്ള യുദ്ധഭീഷണിയുടെ നിഴലിലാണ്. ആ യുദ്ധഭീഷണി ഒഴിഞ്ഞു പോയാൽ ഒരു ഉപഭോക്താവും പേടിക്കേണ്ട, സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിൽ നിന്ന് താഴേക്ക് പടിപടിയായിട്ട് വരും. കാരണം ഇപ്പോൾ ലോക വ്യാപാര അന്തരീക്ഷം കലുഷിതമായിട്ടല്ല ഇരിക്കുന്നത്. ട്രംപിന്റെ കയ്യിൽ നിന്ന് US സുപ്രീം കോടതിയുടെ കയ്യിലേക്കാണ് ആ വ്യാപാര അന്തരീക്ഷം മാറിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആഗോള വ്യാപാര അന്തരീക്ഷത്തിൽ വലിയ കല്ലുകടികൾ ഉണ്ടാവില്ല വരും കാലങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ US ഈ പറഞ്ഞതുപോലെ ഇറാനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുക ഇസ്രായേൽ അതിന് കൂട്ടുചേരുക അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും പുകയും. അങ്ങനെ പുകയുമോ എന്ന ആശങ്ക കൊണ്ടാണ് സ്വർണത്തിന്റെ വില ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെ പുകയാതിരിക്കുന്ന പക്ഷം സ്വർണത്തിന്റെ വില താഴോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരു 10-15 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. അതായത് ട്രംപ് ഇറാന് കൊടുത്തിരിക്കുന്ന ആ സമയം വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവില്ല, ഒരാക്രമണം US-ന്റെ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വില താഴോട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ കാത്തിരിക്കുക. ഉടനെ പോയി സ്വർണം വാങ്ങാതെ ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന പശ്ചിമേഷ്യയിൽ എന്നൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം സ്വർണം വാങ്ങുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.